1,00,000 രൂപ. അതായത് ടോട്ടലി 1 lakh. ഒരാൾക്ക് 20,000 രൂപ ചങ്ങ തരും. വെച്ച് കള്ള 20,000 രൂപ കിട്ടാൻ പാടല്ലേ? എനിക്കൊന്നും തരും. ഇത്രയും സുന്ദരിയായ പെണ്ണിനെ കൊല്ലുന്നതിന് 20,000 ഉലുവയോ? എന്താ സൗന്ദര്യം കുറഞ്ഞ കാശ് ഓർക്കുക? 20,000 രൂപയ്ക്ക് ആ പെണ്ണിനെ കൊല്ലാൻ എന്റെ ബാപ്പ വരും. നിങ്ങൾ വാപ്പനപ്പ വിളിച്ചിട്ടോ? അല്ല, ബാപ്പ മരിച്ചിട്ട് 40 കൊല്ലായി പള്ളിക്കാട്ടില്ല. അത് ശരി. അപ്പൊ വാപ്പ മരിച്ചതിന് ശേഷമാണ് താൻ ജനിച്ചത്? ആ വാപ്പ എമ്മയും മരിച്ച് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. ഈ പെണ്ണിനെ കൊല്ലണമെങ്കിൽ 1,00,000 കൂടുതൽ ഒരു പൈസ കിട്ടത്തില്ല. 1,00,000 റുപ്യ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. ഏയ്, സത്യമായിട്ട് 1,00,000 രൂപയാണ്. എന്നാണ് സത്യം? ഞാൻ പറയുന്ന നുണയാണെങ്കിൽ തന്റെ തല എടുത്തി വിട്ടെ. പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാ മതി. ഓരോരുത്തരായി ചോദിക്കാണ്. എന്താ അതിന്റെ അഭിപ്രായം? 10,00,000 രൂപ. 10,00,000 രൂപ ആര് പറഞ്ഞു? 1,00,000 രൂപ തരാന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാനില്ല. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്നാ പോ. ഒരു കുരിശൊഴിഞ്ഞ് ഇനി പള്ളിക്കാരനെ കൊണ്ട് വാ. വരുന്നോ? മഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മോള് യമുനയെ കൊല്ലാനല്ലേ? ഞാനില്ല. അടുത്ത കുരിശും പോയി. വേറൊരുത്തം വന്നിട്ടുണ്ടല്ലോ. എന്താ അവന്റെ പേര്? കള്ളാന്നാ നുണയാന്നാ? നുണയനൊന്നല്ല, സത്യനാരായണൻ ബികോം. എന്ത് കോപ്പെങ്കിലും ആകട്ടെ, എന്താ നിന്റെ പരിപാടി? മഞ്ചാടിക്കരയിൽ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മകൾ യമുനയെ ഞെക്കിക്കൊല്ലാൻ ഞാൻ അത്രയ്ക്ക് നക്കിയല്ല ചേട്ടാ. പൂണൂലിട്ടൊരു ബ്രാഹ്മണനാണ് ഞാൻ. കൊല എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ ഡിക്ഷണറിയിലേ ഇല്ല. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ നീ പോയിക്കോ. മൂന്നാമത്തെ വിശേഷം പോയി. ബാല, യു ആർ ലക്കി ബാല. നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. 50 രൂപ നിനക്കും 50 രൂപ എനിക്കും. 1,00,000 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുറപ്പെടാം. നമ്മൾ അവിടെ എന്തുട്ടപ്പ ചെയ്യാ? അവളെ നമ്മൾ വലിച്ചു പുറത്തേക്കിട്ട് കുത്തി കൊന്നിട്ട് പോരും. ഇത്രേ ഉള്ളൂ. വളരെ നിസ്സാരാണല്ലേ? എടാ ഷാഫി, അത്ര നിസ്സാരാണ്. നീ ഒറ്റയ്ക്ക് പോയി കൊന്നിട്ട് വേടാ. എടാ ബാല, അപ്പൊ നീയും വരുന്നില്ലേ? എടാ ഞാൻ പറയണത് കേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടൻ വീശണം വെച്ചാ ബാലൻ റെഡിയാ. അല്ല പിന്നെ ജോളിയാക്കാൻ വെച്ചാ അതിന് റെഡിയാ. നമുക്ക് ഇപ്പൊ ഉള്ള പണി തന്നെ ധാരാളാ. ബാല, കാശ് വേണേ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ. 75 നീ എടുത്തോ, 25 മതി എനിക്ക്. അല്ല 85 നീ എടുത്തോ, 15 മതി എനിക്ക്. ഒരു കാര്യം ചെയ്യ്, 90 നീ എടുത്തോ, എനിക്ക് 10 മതി. അല്ലെങ്കിൽ മുഴുവനും നീ എടുത്തോ, 1,00,000 രൂപ. എന്നാണെങ്കിലും നീ ഒന്ന് സമ്മതിക്കും ബാല. കൈയെടുക്കണോ? കൈയെടുക്കണോ ഷാഫി? ഒരു പൂശ വെച്ചോണ്ടല്ലോ പോയിക്കണോ പോത്തെ. നീയും വരില്ലല്ലടാ. കല്ലൂർക്കാരൻ പറക്കി കൊടുത്തിട്ട് സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോകും, ഒറ്റയ്ക്ക് അവളെ കൊല്ലും. 10,00,000 രൂപ വാങ്ങിക്കുകയും ചെയ്യും. 10 ലക്ഷം? പത്തല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ 10. ഒന്ന് സത്യം. ഈ പാരയ്ക്ക് തന്നെ കണ്ട പോണേ. വീശാനാ? വീശാനല്ല, ഓളെ കൊല്ലാൻ. കൊല്ലാനോ? ആരെ? മഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മോള് യമുനയെ. ബാല, എനിക്ക് എന്റെ കുട്ടികളെ കെട്ടിച്ചയക്കണം. ഓളെ കൊന്നാൽ നമുക്ക് 10,00,000 റുപ്യ കിട്ടും. അതുകൊണ്ട് എന്റെ മക്കളെ പറഞ്ഞയക്കണം. മക്കളെ വളർച്ച കണ്ടിട്ട് നമ്മളെ കൽപ്പ് പിടക്കണം. ഞാൻ മാറാശ്ശേരിയിലേക്ക് പോവുക. പറ്റിയാൽ നമ്മൾ ഓളെ കൊല്ലും, അല്ലെങ്കിൽ മാറാശ്ശേരിക്കാരും നമ്മളെ കൊല്ലും. ഇത് ചിലപ്പം നമ്മൾ അവസാനത്തെ കൊട്ടേഷൻ ആയിരിക്കും. ഇനി നമ്മളാണ് മയ്യത്താവണമെങ്കിൽ നമ്മളെ മക്കളെ നീ നോക്കൂലേ ബാല? ഞാൻ പോട്ടെ. നിക്കടോ, നിക്കിഷ്ട. നബീസാനെയും നദീറാനെയും മൈമൂനാനെയും ഉമ്മക്ക് കെട്ടിക്കണ്ടേ? ഞാനും വരാടോ തന്റെ കൂടെ. ഉമ്മക്ക് ജോളിയായിട്ട് അടിച്ചു പൊളിച്ചിട്ട് കഷ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ? അതെ, ഇവിടെയൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് എത്ര രൂപ കാണും? 1,000 രൂപ കാണും. ഓഹോ, അപ്പൊ 10,00,000 രൂപയ്ക്ക് ഗ്രാമം മുഴുവൻ വാങ്ങാം. അയ്യോ, അതേടാ, 10,00,000 റുപ്യക്ക് ഈ ഗ്രാമം ഇതിനപ്പുറത്തെ ഗ്രാമം കിട്ടും. അയ്യോ, ആ പ്രശ്നമായി. അയ്യോ, ഇതൊന്ന് വേഗം കരക്കടുപ്പിച്ചേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. നിന്നെ ഞാൻ
പലടുപ്പിച്ച് ഇവിടെ ബ്രേക്ക് എടാ, ഇവിടെ തന്നെ. ഗഫൂർക്ക, നിക്കടാ അവിടെ. ഞങ്ങളെ പറ്റിക്കാതെ ചില്ലറ കന്നാലി. എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളോട് പറയാൻ എന്താ നീ വന്നേ? എന്നോട് പറയാൻ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നു പാല, നമ്മൾ തമ്മിൽ ഒരു ഉടക്ക് വേണ്ട. ഒത്തു പിടിച്ചാൽ മലയും പോരുന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് നിന്ന ഭംഗിയായിട്ട് ഈ കാര്യം നടത്തിയിട്ട് തിരിച്ചു പോവാം. ആ പിന്നെ വേറൊരു കാര്യം, ആരവളെ കൊല്ലുന്നുവോ അവൻ 5 ലക്ഷം രൂപ, ബാക്കി 5 ലക്ഷം രൂപ നമുക്ക് തിരിച്ചെടുക്കാം. ആര് വന്നാലും 5 ലക്ഷം രൂപ ഗഫൂർക്ക. ഒന്ന് പതുക്കെ പറ. ആരെങ്കിലും കേട്ടാൽ അവന്മാർ നമ്മളെ മയ്യത്താക്കി 10 ലക്ഷം ഉറുപ്പിക കൊണ്ട് അവർ മുങ്ങും. വാ, പോര്. ഇനിയിപ്പൊ മാറാശ്ശേരി മന എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ബാല, ഇവൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നത്. ഇവന്റെ വൃത്തികെട്ട മോന്ത കണ്ടാൽ അറിയാം. ഈ എന്തുട്ടാ ചവി നോക്കി പേടിപ്പിക്കണേ? ബാല, ഇവൻ അണ്ണാച്ചി എന്നാ തോന്നുന്നത്. ഇത് തമിഴ്നാടാണോ? ഇവന്റെ മോന്തൊക്കെ ഇട്ടിട്ട് പൂശാലോ? വേണ്ട ബാല, നമ്മൾ ആരാ? என்ன உங்களுக்கு தெரியாத மாதிரி உங்களை எனக்கு தெரியாதுன்னு நினைச்சிட்டாங்க. எனக்கு எல்லாமே தெரியும். நீங்க സീരിയൽ പിടിക്കാൻ വന്നവർ தானே? ചവി അല്ലാതെ നിങ്ങളെ സീരിയൽ പിടിക്കാൻ വന്ന നിർമ്മാതാവല്ലേ? എനിക്കെല്ലാം അറിയാം. ബാല, ഇവനാണോ നമ്മൾ ഇങ്ങോട്ട് വരുത്തേ? ഞാൻ എന്തിനാണ് നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് ആലോചിക്കുകയായിരിക്കും. ലേശം അഭിനയമോഹമുണ്ട്. നിങ്ങൾ അതെനിക്ക് സാധിച്ചു തരണം. അല്ല, നമ്മൾ ശരിക്കാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം ലൊക്കേഷൻ, പിന്നെ ഡീറ്റെയിൽസ്. കം ഓൺ, ഫോളോ മീ. നീ ഇങ്ങനെ കണ്ണ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച മാറാശ്ശേരി മന. ഞാൻ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ ഭർത്താവ് നീലകണ്ഠൻ. ഇവനാണ് ഈ കൊലയ്ക്ക് പിന്നിൽ. ഇവനിട്ട് പൂശാതെ പറ്റില്ല കേട്ടോ. വേണ്ട ബാല, നമ്മളൊരു നല്ല കാര്യത്തിനാണ് വന്നതെന്ന് ഓർക്കണം. എന്നെ കണ്ട എല്ലാവർക്കും സംശയ. ഞങ്ങൾക്കും. സത്യം പറയാലോ, ഞാൻ ക്രോസ. വടക്കേ മനയിലെ തിരുമേനിക്ക് അടിച്ചു കളിക്കാനുണ്ടായതാ. അതാ ഷേപ്പിങ്ങിനായി പോയത്. അതൊക്കെ പറയാതെ തന്നെ മനസ്സിലായി. അയ്യോ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഏം വഴി തനീ വഴി. ഒരു തിരി. എന്താ ഇത്ര കാണാൻ? കേറിപ്പോടിയകത്ത്. ഷോറൂം ഇങ്ങനെയാണ്, ഗോഡൌൺ എങ്ങനെയൊക്കെ ഇഷ്ട. ഉമ്മക്ക് ഇവിടെ അങ്ങോട്ട് സ്ഥിരതാമസാക്കിയാലോ? സംഗതി കുഴപ്പമായി എന്നാ തോന്നണേ. ഇനി തമ്പ്രാക്കന്മാരൊരു പട എന്നെ അങ്ങോട്ട് വരും. നീ ഇതൊന്ന് പിടി. അവരെത്തിയോ? എങ്കിൽ അയാളെ വിളിക്കൂ. അയാൾ എവിടെ? അയാൾ കഥ എഴുതുകയാണ്. സാറേ, സാറേ, കഥ എഴുതുമ്പോ ശല്യപ്പെടുത്തരുന്ന് പറഞ്ഞിട്ടാണ് തെണ്ടി. അയ്യോ, അതല്ല. ഈ സീരിയലിലെ നായകൻ നീ തന്നെയാ. ഇങ്ങനെ കൂടെ കൂടെ ശല്യപ്പെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ രക്തക്കണ്ണീരിൽ എം ആർ രാധയെ പോലെ കുഷ്ഠരോഗിയാക്കി മാറ്റണം ഞാൻ. സാറേ, പ്രൊഡ്യൂസർ നടന്നു. പ്രൊഡ്യൂസറും സംവിധായകരും എല്ലാരും വരണം. വന്നതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങൂ. സാർ, അതല്ല സാർ. സോങ്ങിന്റെ കാര്യല്ലേ? അത് ഓൾറെഡി 3 പാട്ടായി കഴിഞ്ഞു. 2 പാട്ട് നിനക്കാം. സാറേ, അതല്ലെന്ന്. നായികയുടെ കാര്യല്ലേ? അത് മിക്കവാറും മനീഷ കൊയ്രാലായിരിക്കും. സാർ, പ്രൊഡ്യൂസർ നടന്മാരും വന്നെന്ന്. പ്രൊഡ്യൂസറും
നടന്മാരും വന്നു. ഇപ്പൊ ഫസ്റ്റ് വള്ളത്തിൽ. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ പാൻസ് അവിടെ. അയ്യോ, ഇത് ബാഗാണോ? അല്ല ഷാർപ്പനങ്ങോട്ടാ. എടാ, കഥ എഴുതാൻ മൂട് വരണമെങ്കിൽ എന്റെ മറയക്കാരുള്ള സ്ഥലത്തേക്ക് പോകണം. ഐ ആം ഗോയിങ് ടു സുഡാൻ. എന്നെ വിടാൻ. അപ്പൊ എന്റെ ക്യാരക്ടർ നിന്റെ ക്യാരക്ടർ എത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലടാ പട്ടി. ഷാർപ്പ് എങ്ങോട്ടും പോകുന്നില്ല. ചേട്ടനെ ഞാൻ വിടില്ല. നിക്കടെ കൈള. എന്നെ വിടറ ലേഡീസ് വീക്ക്നെസ് ഉള്ള തെണ്ടി. എന്നെ വിടാന് പറഞ്ഞ ദുഷ്ട. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ കഥ എന്ന് അവസാനിക്കില്ലോ. അയാൾ വന്ന് കഥ പറഞ്ഞപ്പോ മാറാശ്ശേരിക്കാരുടെ കഥയുമായി സാമ്യം തോന്നിയോണ്ടാ ഞാൻ ഷൂട്ടിങ്ങിന് സമ്മതിച്ചത്. നല്ല കഥ. നിങ്ങളുടെ കഥാകൃത്ത് മിടുക്കനാ. അഹങ്കാരം ലെവലേശില്ലാട്ടോ. ഈ കിഴവനിട്ടൊരു പൂശിയാലോ. നിന്റെ കാല് ഞാൻ പിടിക്കാം. പഠിച്ചവനാണെന്ന് മിണ്ടാണ്ടിരി ബാല. അയാൾ ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടത്രേ. ഒക്കെ വായിക്കാൻ താന്ന് പറഞ്ഞിട്ടുണ്ട്. കോലവും സീരിയൽ ഷൂട്ടിംഗ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും എടുത്തതാ. പിന്നെ കുട്ടികൾക്കൊരു നേരം പോയി കാട്ടെന്ന് വിചാരിച്ച് നാം അങ്ങോട്ട് സമ്മതിച്ചു. കല്ലൂർക്കാടൻ നിർമ്മാതാവാണല്ലേ? അതെ. ഇതിനു മുമ്പ് എത്ര സീരിയൽ പിടിച്ചു? ഓ, അങ്ങനൊന്നുമില്ല. ആരെങ്കിലും കൊട്ടേഷൻ പിടിച്ചാ പോവും. ആ ഒരു 10-15 പിടിച്ചു കാണും. അല്ല, ഇടയ്ക്കെന്തോ കൊട്ടേഷൻ ഒരു വാക്ക് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ ഈ നിർമ്മാണത്തിന് കൊട്ടേഷൻ എന്നാ പറയാ. ആ ദേ വന്നല്ലോ. ബാഗ് ഇങ്ങോട്ട് എടുക്കണ്ട. ഇതാണ് ഈ പ്രൊഡ്യൂസർമാരെ ഏറ്റവും വലിയ കുഴപ്പം. വരാന്ന് പറഞ്ഞിട്ട് വരില്ല. ഇന്നലെ വരാന്ന് പറഞ്ഞല്ലേ ഷൂട്ടിംഗ് നടക്കണ്ടേ? തിരുമേനി, ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർക്ക് ഒരു കൃത്യനിഷ്ഠയില്ല, ഒരു ശുഷ്കാന്തി ഇല്ല, ഒരു ഭവ്യത ഇല്ല. യൂണിറ്റ് ബുക്ക് ചെയ്തോ? നിനക്ക് ഞാൻ ആംബുലൻസ് ബുക്ക് ചെയ്തോണ്ടാ. അപ്പോഴേക്കും നായിക അഡ്വാൻസ് കൊടുത്തോ? എല്ലാ അഡ്വാൻസും ഇന്ന് രാത്രിക്കുള്ളിൽ നിനക്ക് ഞങ്ങൾ തീർത്ത് തരാടാ. തിരുമേനി, ഞങ്ങൾ ഇറങ്ങട്ടെ. കഥാകൃത്തുമായിട്ട് സംഘടന രംഗത്തെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യാണ്ടേ? ആയിക്കോട്ടെ. അതേപറ്റി ഇതിലെന്താ? തിരുമേനി ഔട്ട് ഹൗസ് കാണിക്കൂ. വാ, 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 വാ. അമ്മീ, ഞാൻ പിച്ചരുത്. പടത്തണ്ടി. ആ ഇത് നന്ദിനി കുട്ടി. ഏട്ടന്റെ രണ്ടാമത്തെ മോളാ. ബാംഗ്ലൂരിൽ MBA പഠിക്കുന്നു. ഇപ്പൊ സ്റ്റഡി ലീവിന് വന്നതാ. ഇവരൊക്കെ വലിയേട്ടൻ പറഞ്ഞില്ലേ സീരിയലിലെ ആൾക്കാരാ. ആ ഇത് നിർമ്മാതാവ് ബാലൻ. അതെ. ഇത് കഥാകൃത്ത്. ഇവരൊക്കെ നടന്മാരാ. ഞാനും. 2 മാസം ഞാൻ ഇവിടെ കാണും. നായികയെ കിട്ടിയില്ലെങ്കിൽ ആ വേഷം ഞാൻ ചെയ്തോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വലിയ വേഷം വേണോ നിർബന്ധമില്ല. ചെറുതായാലും ഓക്കെ. പ്രൊഡ്യൂസർ ആണല്ലേ? അതെ. പ്രൊഡ്യൂസറെ സോപ്പിട്ട പിന്നെ സംഗതി ഓക്കെ. സർ, എനിക്കൊരു ചാൻസ് തരണം പ്ലീസ്. ഇപ്പൊ അടിച്ചു. ആ വാ 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 വാ. അല്ലട്ടാ, ഞാൻ ആദ്യം ഈ വീട്ടിൽ കയറി പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ തറവാന്റെ പടി ഓട്ടാൻ പറ്റുമായിരുന്നോ? നിങ്ങളെ എന്നെ തല്ലിയിട്ട് കാര്യമില്ല. എന്നെ കൊല്ലണം. നിങ്ങൾ എന്നെ കൊല്ലണം. അല്ലെങ്കിൽ ഞാൻ ആ തിരുമേനോട് പോയിട്ട് പറയും നിങ്ങൾ ആ പെണ്ണിനെ കൊല്ലാൻ വന്ന കൂലിത്തല്ലേരാന്ന്. പറയണ പോയിട്ട്. ഞാൻ പറയും. ആരെന്ന് പറ. തിരുമേനിയെ, തിരുമേനിയെ. ആഹാ, ബാലേട്ടാ, നമ്മൾ 4 പേരും ഒറ്റക്കെട്ടായി നമ്മൾക്ക് അവളെ നിസ്സാരായിട്ട് കൊല്ലാം. കിട്ടുന്നത് 50-50. ഒരു 50-50 വേണ്ട. നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് എന്റെ വൈഫ് ഹൗസാ. വൈഫ് ഹൗസ് അല്ല, എന്റെ മൂത്താമ്പനെ പോരാ. മര്യാദക്ക് ഇവിടെ ഇറങ്ങാന്നല്ലേ. ഞാൻ തിരുമേനോട് പോയി പറയും കഥാകൃത്ത് മയ്യത്തായിന്ന്. മയ്യത്തായി തന്നെ നമ്മളെല്ലാം ഒറ്റക്കെട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടാ. നമുക്ക് ഒരാൾ അങ്ങോട്ട് പോയി. ഞാൻ പരമേശ്വരക്കുറുപ്പ്, മാറാശ്ശേരിയിലെ മൂത്തളിയൻ. ഇവൻ ഇളയളിയൻ. ഈ കഥയിൽ ഞങ്ങളെ കുറിച്ച് വല്ല മോശം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴിച്ചു മൂടിക്കളാം ഞങ്ങള്. നീ കുറെ കൊല്ലത്തും ബാലൊരു പൂശാണ്ടല്ലോ. തക്കാളിപ്പത്തെ ലോറി കയറിയല്ലോ മോന്ത. വേണ്ട ബാല. നീയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലേ? ആണ് എന്തുണ്ടോ ശവി. അതാളെന്നെ പ്രൊഡ്യൂസർ. നിങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നോ? കണ്ടോളാം കണ്ടോളാം. കാണാവിടാ നടക്കണ. ഇവനെ ഏതാണ്ട. അതെ ബാല, എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഇയാളായിരിക്കും ചിലപ്പോ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചേ.
മാറാശ്ശേരിക്കാരുടെ കഥ എഴുതാൻ പോകുന്നത് ആരാടാ? ആരാണെന്നാ ചോദിച്ചത്? അയ്യോ ഞങ്ങളല്ല, ഇവനാണ് ഇവൻ. ഇയാൾ നീ കഥ ആണോ? എഴുതുകയാണ്. നിന്റെ കഥ. ഞാൻ മാറാശ്ശേരിയിലെ രണ്ടാമത്തെ മരുമകൻ സുധാകരൻ. കഥയിൽ എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ ബാലേട്ടാ, ഞാൻ വാതിലടക്കട്ടെ? വാളടക്കണ്ട ഷവിയെ, ഇനി ആൾക്കാർ വരും പൂശാൻ. ഇരിയോടെ